പിയർ ടു പിയർ നെറ്റ്വർക്കിൽ ഒരു ഡെഡിക്കേറ്റഡ് സെർവറായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാ കമ്പ്യൂട്ടേഴ്സും ഈക്വലാണ്. Here, a number of computers are connected together for the purpose of sharing information or devices. ഈ പിയർ ടു പിയർ നെറ്റ്വർക്കിൽ എന്താണ്, ഓരോ കമ്പ്യൂട്ടേഴ്സും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ആർ കൺസിഡേർഡ് ഈക്വൽ. എല്ലാ കമ്പ്യൂട്ടേഴ്സും ഈക്വൽ ആണ്. അവിടെ ഹൈ എൻഡോ ലോ എൻഡോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതാണ് പിയർ ടു പിയർ. ഇനി നെക്സ്റ്റ് ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടർ എന്താ നോക്കാം, നെറ്റ്വർക്ക് എന്താ നോക്കാം. ഇവിടെ എന്താ, ദ ക്ലയൻറ്റ് സെർവർ കോൺസെപ്റ്റ് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് മോസ്റ്റ് ഓഫ് ദി നെറ്റ്വർക്ക്സ്. മിക്ക നെറ്റ്വർക്കുകളിലും ഈ ക്ലയൻറ്റ് സെർവർ കോൺസെപ്റ്റാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ ഇവിടെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഡെഫിനിഷൻ എന്നുള്ളത് നോക്കാം. ഇൻ എ നെറ്റ്വർക്ക് ദ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ കൺസിസ്റ്റ് ഓഫ് ഹൈ ആൻഡ് കമ്പ്യൂട്ടർ സെർവിങ് ലോവർ കോൺഫിഗറേഷൻ മെഷീൻസ് കോൾഡ് ക്ലയൻറ്റ്സ്. അല്ലേ, ഒരു നെറ്റ്വർക്കിൽ ഒരു ഹൈ എൻഡ് കമ്പ്യൂട്ടർ ഉണ്ടാവും, കുറച്ച് ക്ലയൻറ്റ്സ് ഉണ്ടാവും. അല്ലേ, ഈ ഹൈ എൻഡ് കമ്പ്യൂട്ടറാണ് സെർവർ എന്ന് പറയുന്നത്. ഈ സെർവർ എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ്സിന് ഓരോ അവരുടെ റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോൺസുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പറയുന്നത് എന്താ, എ സെർവർ പ്രൊവൈഡ്സ് ക്ലയൻറ്റ്സ് വിത്ത് സ്പെസിഫിക് സർവീസസ് അപ്പോൺ ക്ലയൻറ്റ്സ് റിക്വസ്റ്റ്. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനനുസരിച്ച് ഏത് സർവീസാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെർവർ ചെയ്യുന്ന കാര്യം. പിന്നെ പറയുന്നത് ദ സർവീസസ് ഇൻക്ലൂഡ് ഷെയറിംഗ് ഓഫ് ഡാറ്റ, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിസോഴ്സസ്. എന്തൊക്കെ കാര്യങ്ങളാണ് സെർവ് ചെയ്യുന്ന സെർവർ, അതായത് ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിസോഴ്സുകളും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്ലയൻറ്റ് സെർവർ. അപ്പോൾ പിയർ ടു പിയർ എന്താണ്, ക്ലയൻറ്റ് സെർവർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഇവിടെ നമുക്ക് പല തരത്തിലുള്ള സെർവേഴ്സ് ഉണ്ട്, പല പർപ്പസിന് വേണ്ടിയിട്ടുള്ള സെർവറുകളുണ്ട്. അപ്പം അതിലിവിടെ കുറച്ച് 4 സെർവേഴ്സ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഫയൽ സെർവർ എന്തിനു വേണ്ടിയിട്ടാണ്, ഫയൽസ് സെർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിക്വസ്റ്റ് അനുസരിച്ച് ഫയൽസുകൾ അയച്ചു കൊടുക്കുന്നു, അതാണ് ഫയൽ സെർവർ. A computer that stores and manages files for multiple users on a network. ഫയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുകയും അതുപോലെ യൂസേഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ യൂസേഴ്സ് റിക്വസ്റ്റ് അയക്കുന്നതിനനുസരിച്ച് ഈ ഫയൽസിനൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഫയൽ സെർവർ ഉള്ളത്. പിന്നെയുള്ളതാണ് വെബ് സെർവർ. എന്തിനു വേണ്ടിയിട്ടാണ്, വെബ് പേജിൻ്റെ രൂപത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന സെർവേഴ്സാണ് വെബ് സെർവർ. പിന്നെ പറയുന്നതാണ് പ്രിൻ്റ് സെർവർ. എന്താ, കൂടുതലായിട്ടും പ്രിൻ്റ് ജോബുകൾക്ക് വേണ്ടിയിട്ട്, അതായത് റീഡയറക്ട്സ് പ്രിന്റ് ജോബ് ഫ്രം ക്ലയൻറ്റ്സ് ടു സ്പെസിഫിക് പ്രിൻറ്റേഴ്സ്. അതായത് ഓരോ പ്രിൻറ്റേഴ്സിലേക്ക് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള